വായിച്ച് വെസ്റ്റേൺ സെക്ടറിൽ വേറെയും ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒട്ടേറെ യുദ്ധങ്ങൾ, പ്രധാനപ്പെട്ട കുറേ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊന്നും പറ്റി ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻ സം വെസ്റ്റേൺ സെക്ടറിൽ ചമ്പിലൊഴികെ നമുക്ക് വേറൊരുത്തിലും പരാജയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഫേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അത് കാരണത്താൽ തന്നെ പാകിസ്ഥാൻ്റെ ആ ഒരു എയിം ഉണ്ടല്ലോ, അതെ, അവിടെ ഭരിക്കാം എന്നുള്ള ഡിഫൻസ് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ വിൽ ബി ഡിസൈഡഡ് ബൈ വെസ്റ്റ് പാകിസ്ഥാൻ ഇൻ ദ വെസ്റ്റ് എന്ന്. സോ ദാറ്റ് ഡിഡൻറ്റ് ഹാപ്പൻ. ഇനി നമുക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകും. ബംഗ്ലാദേശിലും ഒരുപാട് ഇവൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 യുദ്ധങ്ങളെ പറ്റിയിട്ട് നമുക്ക് കവർ ചെയ്യാം. 1971 ഡിസംബർ 3-നാണല്ലോ യുദ്ധം തുടങ്ങിയത്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മുടെ ട്രൂപ്സ് എല്ലാം വെൽ പൊസിഷൻഡായിരുന്നു. ഇനി നമുക്ക് നേരത്തെ ഞാൻ അവിടുത്തെ ജോഗ്രഫിയെ പറ്റി പറഞ്ഞു. അവിടുത്തെ ഇവരുടെ ഡിഫൻസീവ് ഡിപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. നിയാസിക്ക് അറിയായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ് വരണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സമ്മർദ്ദം കാരണം ഇന്ത്യ യുദ്ധം സ്റ്റോപ്പ് ചെയ്യണം. ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്നുമില്ലാതെ അവർക്ക് ഈ യുദ്ധത്തിൽ ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അറിവ് ന്യാസിക്കുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങി ഒരു 3 ദിവസത്തിനുള്ളിൽ ഈസ്റ്റേൺ സെക്ടറിൽ ഇന്ത്യ കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി നേടിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഈ കംപ്ലീറ്റ് ഏരിയനെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഇതിൽ നോർത്ത് വെസ്റ്റിൽ 20 ഇൻഫൻട്രി ഡിവിഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. നിയാസിയുടെ ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ ഫോർട്രസ് കൈൻഡ് ഓഫ് ഡിഫൻസ് ഉണ്ടാക്കുക. അതായത് പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഈ പട്ടണങ്ങളുടെ ഫോർവേഡ് ഏരിയയിൽ അവിടുന്ന് ടുവേർഡ്സ് ബോർഡർ പ്രധാനപ്പെട്ട പിക്കറ്റുകൾ പിടിച്ചിട്ട് പ്രൈമറിലി എല്ലാ റോഡുകളെയും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഓപ്പറേഷനെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഏതെങ്കിലും ഒരു പൊസിഷൻ അൺടെനബിൾ ആവുകയാണ്, അതായത് ആ പൊസിഷനെ ഇന്ത്യൻ സൈന്യം കീഴടക്കുകയോ അതിനെ ഓവർ റൺ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫോഴ്സസ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുക, അടുത്ത ഡിഫൻസീവ് പൊസിഷനിലേക്ക് വരിക, ആൻഡ് ഇവഞ്ച്വലി കൺവേർജ് ഓൺ ഡാക്ക. എല്ലാ വിധത്തിലും ഡാക്കയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. സോ ഇവരുടെ ഈ ഡിഫൻസീവ് ലേ ഔട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ കൈയിൻ്റെ ഫിംഗർ ഉണ്ടല്ലോ, ഈ കൈയിൻ്റെ ഫിംഗർ ഇവിടെ ഒരു കുറേ ഫോഴ്സസ് ഇവിടെ ഡിപ്ലോയ് ചെയ്യുക, ഇവിടെ ഡിപ്ലോയ് ചെയ്യുക, ഇവിടെ ഡിപ്ലോയ് ചെയ്യുക, ഇവിടെയും ഡിപ്ലോയ് ചെയ്യുക, ഇവിടെയും ഡിപ്ലോയ് ചെയ്യുക, ഇങ്ങനെ. ഇത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ ഇതിങ്ങനെ മടക്കി കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെയാവും. സോ ഈ ബോർഡർ ഏരിയയിലുള്ള പിക്കറ്റ്സ്, അത് കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ഈ ഫോർട്രസ്, ആ ഫോർട്രസ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഈ ഡാക്ക ഇങ്ങനെയാവും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ മുഷ്ടി കൊണ്ട് ഇടിക്കുക. ഇതായിരുന്നു ഇവരുടെ ഒരു ലേമൻ ഭാഷയിൽ പറയണമെങ്കിൽ ഇതായിരുന്നു ഇവരുടെ കൺസെപ്റ്റ്. അതിനായിട്ട് ഇവർ 10 ഫോർട്രസസ് ഉണ്ടാക്കി, 10 ഫോർട്രസസ് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഈ 10 ഫോർട്രസിൽ അതിൽ പ്രധാനമായിട്ടും ഡാക്കയാണ്. പിന്നെ സൗത്ത് വെസ്റ്റിൽ 3 ഫോർട്രസ്, അതിൽ ജസോർ അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫോർട്രസ്. പിന്നെ അവിടെ തന്നെ മഗുറ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത് അവിടെ ഒരു ഫോർട്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2. നോർത്ത് വെസ്റ്റിൽ
രംഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോർട്രസ്, അതിൻ്റെ പിന്നിൽ ഇങ്ങേ ഭാഗത്തേക്കായിട്ട് ടുവേഡ്സ് ഡാക്ക. ബോഗ്ര എന്ന് പറയുന്നിടത്ത് മറ്റൊരു ഫോർട്രസ്. നോർത്ത് ഈസ്റ്റിൽ അവിടെ ജബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോർട്രസ്, പിന്നെ സില്ലറ്റിൽ മറ്റൊരു ഫോർട്രസ്, പിന്നെ ബ്രഹ്മൺബാരിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് മറ്റൊരു ഫോർട്രസ്, ചിറ്റഗോങ്, കോക്സസ് ബജാർ, ഇത്രയും സ്ഥലങ്ങൾ ഇതാണ് ഇവരുടെ ഫോർട്രസസ് ആയിരുന്നു. ദാറ്റ് മീൻസ് ദെയർ മെയിൻ ഡിഫൻസസ് വർ ദെയർ. ഇനി നമുക്ക് ഓരോ ഭാഗത്തും എന്താണ്ടായിരുന്നു നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് ഹില്ലി. ഈ യുദ്ധം നവംബർ 22 സ്റ്റാർട്ട് ചെയ്തു. 20 ഇൻഫൻട്രി ഡിവിഷനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. 20 ഇൻഫൻട്രി ഡിവിഷനിൽ അന്ന് 3 ബ്രിഗേഡുകളാണ് ഉണ്ടായിരുന്നത്. 66 ഇൻഫൻട്രി ബ്രിഗേഡ്, 165 ഇൻഫൻട്രി ബ്രിഗേഡ്, 202 ഇൻഫൻട്രി ബ്രിഗേഡ്. ഇതുകൂടാതെ 340 എന്ന് പറയുന്ന ഒരു ഇൻഫൻട്രി ബ്രിഗേഡും വേറെ ഒരു അഡോക് ബ്രിഗേഡും ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈൻഡ് യു, 33 കോറിൽ നിന്ന് ആകെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഡിവിഷനാണ് 28 എഫ്. മറ്റേ 2 ഡിവിഷനും എഗെയിൻസ്റ്റ് ചൈന ഡിപ്ലോയ് ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത, ദിസ് ഈസ് എ ഓൺലി ഏരിയ വേർ ദേ കുഡ് യൂസ് ടാങ്ക്സ്. ഈ ഹില്ലി എന്ന് പറയുന്ന അതുണ്ടല്ലോ, ഒരു ചെറിയൊരു ഹിൽ ടോപ്പാണ്. അത് ഒരു ബിൽട്ടപ്പ് ഏരിയയാണ്. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് ഒട്ടേറെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഏരിയ മുഴുവനും ലോലയങ്ങാണ്, മാർഷിയാണ്. ടാങ്കുകൾക്ക് അതിൽ പോകാൻ പറ്റില്ല. മാർഷൽ ലാൻഡിൽ കൂടെ ടാങ്കുകൾക്ക് പോകാൻ പറ്റില്ല. ജവാന്മാരോ അല്ലെങ്കിൽ സോൾജേഴ്സ് ആണെങ്കിൽ അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹില്ലിയെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് പൊസിഷൻ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 4 ചുറ്റും മൈൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, പിൽ ബോക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്രോൾ ട്രെഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ട്രെഞ്ചസ് ഉണ്ടാക്കിയിരുന്നു. ഇൻ അനദർ വേർഡ്സ്, ദിസ് വാസ് എ വെരി ഫുള്ളി പ്രിപ്പയർഡ് ഏരിയ. സോ നമ്മുടെ ഫോഴ്സസിന് ഡാക്കയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹില്ലി ക്രോസ് ചെയ്യണം. ഹില്ലി ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ബോഗ്രയിലേക്ക് പോകണം. ബോഗ്ര കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡാക്കയിലെത്താൻ പറ്റുള്ളൂ. റൈറ്റ്. സോ 22 നമ്മുടെ ട്രൂപ്സ്, മുക്തിബാഹിനി നമ്മുടെ ട്രൂപ്സും കൂടെ ടാഗുർഗാവ് എന്ന് പറയുന്ന സ്ഥലം ക്രോസ് ചെയ്തു, ഹില്ലിയിലേക്ക് ഹെഡ് ചെയ്തു. ഇവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പാകിസ്ഥാനികൾ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് അവിടെ ഉണ്ടാക്കുന്നു. സോ നമ്മുടെ ഫോഴ്സസിനെ കംപ്ലീറ്റ് പാകിസ്ഥാൻ്റെ മൈറ്റാണ്, അതായത് അവരുടെ മുഴുവൻ ശക്തിയാണ് അവിടെ കാത്തിരുന്നിരുന്നത്. അതിൽ 8 ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ബറ്റാലിയനാണ് ഈ ഹില്ലിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 4 സ്ഥലത്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഡിഫൻസസ്. അത് നോവപ്പാറ, മൊറപ്പാറ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഇതുണ്ട്. ഒട്ടേറെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഹില്ലിയിൽ 8 ഗാർഡ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി വന്നു. ഒട്ടേറെ കാഷ്വാലിറ്റീസ് ഉണ്ടായി അവരുടെ. ഓരോ തവണയും നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യും, പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോഴും കൗണ്ടർ അറ്റാക്ക് ചെയ്യും. യാതൊരു രക്ഷയില്ല മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേറെ ഒരു ബ്രിഗേഡിനെ, അതായത് 202 ഇൻഫൻട്രി ബ്രിഗേഡിനെ പിന്നെ കൂടെ പറഞ്ഞു വെച്ചു. ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ മുന്നിൽ കൂടെ എന്തായാലും വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഡിലേ ഉണ്ടാവും. സൈഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മാർഷൽ ലാൻഡിൽ കൂടെ വേണം പോകാനായിട്ട്, അപ്പോൾ സമയം ഒരുപാട് ഡിലേ ആവും. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഹില്ലിയിൽ അവസാനം നമുക്ക് സക്സസ് കിട്ടി. അത് കഴിഞ്ഞോട് കൂടിയിട്ട് അവർ ഹില്ലിയിൽ നിന്ന് ഈ ബോഗ്ര എന്ന് പറയുന്ന ആ ഫോർട്രസ് ഉണ്ടല്ലോ, ആ ഫോർട്രസിലേക്ക് മൂവ് ചെയ്യാനുണ്ടായത്. സോ നമ്മുടെ ഓപ്പറേഷൻ അവിടെ കൺസിഡറബിളി സ്ലോ ഡൗൺ ആയി. 20 ഇൻഫൻട്രി ഡിവിഷന്
ഡാക്കയിലെത്താൻ പറ്റിയില്ല. റൈറ്റ്. ഇവിടെ അപ്പോൾ ഏറെക്കുറെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി അവിടുത്തെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, ഈ ഹില്ലി ബ്രിഗേഡിൻ്റെ കമാൻഡർ ഉണ്ടല്ലോ, അയാളുടെ പേര് ബ്രിഗേഡിയർ താജുദ്ദീൻ അഹമ്മദ് എന്നാണ്. ഹില്ലി ക്യാപ്ചർ ആയപ്പോൾ താജുദ്ദീൻ അഹമ്മദിൻ്റെ ബ്രിഗേഡിനോട് സറണ്ടർ ചെയ്യാനായിട്ട് 20 ഇൻഫൻട്രി ഡിവിഷനിലെ അന്നത്തെ GOC ആയ ലഫ്റ്റനൻറ്റ് മേജർ ജനറൽ ലക്ഷ്മൺ സിംഗ് ആവശ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സറണ്ടർ ചെയ്യില്ല. നമ്മൾ ബോഗ്രെ ആക്രമിച്ചു, ബോഗ്രെ നമ്മൾ കീഴടക്കി, എന്നിട്ടും ഇദ്ദേഹം സറണ്ടർ ചെയ്തില്ല. അവസാനം ഇയാളെ പിടിച്ചു, വാറായിട്ട് പിടിച്ചിട്ടും ഇയാൾ കീഴടങ്ങില്ല. മുക്തിവാഹിനിക്കാർ ഇയാളുടെ കൈയും കാലും ഒക്കെ തല്ലിയൊടിച്ചു അയാൾക്ക് ബോധമില്ലാതെ, എന്നിട്ടും അയാൾ സറണ്ടർ ചെയ്തില്ല വാജത്ത്. അങ്ങനെ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് വെക്കേറ്റ് ചെയ്യാനുണ്ടായത്. ഡിസംബർ 18 സീസ്ഫയർ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇയാൾ ഒഫീഷ്യലി ഒരു POW ആയിട്ട് തീർന്നത്. പാകിസ്ഥാനിൽ അന്നത്തെ യുദ്ധത്തിൽ 32 ബ്രിഗേഡിയേഴ്സ് ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം മേജർ ജനറലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരേ ഒരു ബ്രിഗേഡിയറായിരുന്നു ബ്രിഗേഡിയർ താജുദ്ദീൻ അഹമ്മദ്. റൈറ്റ്. ഇനി സൗത്ത് വെസ്റ്റേൺ സെക്ടറിൽ അവിടെ നമ്മുടെ 2 കോർ ആയിരുന്നു. അപ്പോൾ 2 കോർ അവിടെ സെൻഡിയ, പിന്നെ കുഷ്ടിയ, പിന്നെ ജസോർ, ഈ 3 ടാർഗറ്റുകളാണ് പ്രധാനമായിട്ട് എയിം ചെയ്തത്. ഈ 3 ടാർഗറ്റുകളും അവിടെ യുദ്ധം ഒരുവിധം നന്നായിട്ട് പ്രോഗ്രസ് ആയി. പക്ഷെ നമുക്ക് കൂടുതലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ 2 ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞിരുന്നു. റൈറ്റ്. ഒന്ന് ഹാർഡിംഗ് ബ്രിഡ്ജ്, മറ്റൊന്ന് പിന്നെ കൊറോണേഷൻ ബ്രിഡ്ജ് അഥവാ അഷുഗഞ്ച് ബ്രിഡ്ജ്. ഉള്ളിലേക്ക് എത്താനുള്ള 2 വാതിലുകളായിട്ട് പറഞ്ഞത്. ഈ ഒരു വാതിൽ, അതായത് ഈ ഹാർഡിംഗ് ബ്രിഡ്ജ്, ഇന്ത്യൻ എയർഫോഴ്സ് ക്ലെയിം ചെയ്യുന്നു അതിനെ ഇന്ത്യൻ എയർഫോഴ്സ് നശിപ്പിച്ചതാണെന്ന്. ഈസ്റ്റ് പാകിസ്ഥാൻ പറയുന്നു അവരാണത് ഡിസ്ട്രോയ് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ശരി, ഹാർഡിംഗ് ബ്രിഡ്ജിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ആ കാരണവശാൽ തന്നെ പദ്മ റിവർ ക്രോസ് ചെയ്ത് നമ്മൾ ഢാക്കയിലെത്താനായിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ ആ ടൈം ഫ്രെയിം ഉണ്ടല്ലോ, ആ ടൈം ഫ്രെയിം ആകെ കൂടെ അപ്സെറ്റായി. സോ ടു സേ 2 കോറിൻ്റെയും 33 കോറിൻ്റെയും സക്സസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഢാക്കയിൽ എത്താൻ പറ്റില്ല. മറ്റൊരു കാര്യം, യുദ്ധത്തിൽ ഢാക്ക കീഴടക്കണം എന്നുള്ള ഒരു എയിം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൺഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫോഴ്സസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്യാപ്ചർ എഡ്യൂക്കേറ്റ് ഏരിയ സോ ദാറ്റ് ദേ ക്യാൻ ഫോം എൻ ഇൻട്രീം ഗവൺമെൻറ്. ബംഗ്ലാദേശ് ക്യാൻ ഫോം എൻ ഇൻട്രീം ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 2 കോറിൻ്റെ ഓപ്പറേഷനും 33 കോറിൻ്റെ ഓപ്പറേഷനും കൂടെ നമുക്ക് ഇവിടെ നടത്താം. ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് ഫുൾ ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് കവർ ചെയ്യാം. അതിൽ ഈ നോർത്ത് ഈസ്റ്റേൺ സെക്ടർ, ഈ നോർത്ത് ഈസ്റ്റേൺ സെക്ടറിൽ പ്രധാനമായിട്ടും 3 ഓപ്പറേഷൻസാണ് അവിടെ നടന്നത്. അതിൽ ഒന്ന് ക്യാപ്ചർ ഓഫ് ജമാൽപൂർ, അതൊരു ഫോർട്രസ് ആയിരുന്നു. ഓക്കെ. പിന്നെ തങ്കയിൽ ഉണ്ടായിരുന്ന ഒരു പാരാട്രോപ്പിംഗ്. തേർഡ് വൺ ബാറ്റിൽ ഓഫ് സില്ലറ്റ്. അതിൽ ബാറ്റിൽ ഓഫ് ജമാൽപൂർ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈ ബാറ്റിൽ ഓഫ് ജമാൽപൂർ 95 ബ്രിഗേഡിനായിരുന്നു അതിൻ്റെ ടാസ്ക്, ഈ ജമാൽപൂരിനെ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ടാസ്ക്. ഈ ടാസ്കിനായിട്ട് 95 ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ JS ക്ലെയർ, അദ്ദേഹം ഫസ്റ്റ് മറാഠ ലൈറ്റ് ഇൻഫൻട്രിയെയാണ്
നോമിനേറ്റ് ചെയ്തത്. ഈ ഫസ്റ്റ് മറാഠ ലൈറ്റ് ഇൻഫൻട്രിയുടെ കമാൻഡിങ് ഓഫീസർ KS ബ്രാർ എന്ന് പറയുന്ന ഒരു ലഫ്റ്റനൻറ്റ് കേണലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെറ്റ് നെയിം ബുൾബുൾ ബ്രാർ എന്നാണ്. ഇദ്ദേഹം പിന്നീട് ലഫ്റ്റനൻറ്റ് ജനറലായി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലെ എന്നെ കണ്ടക്ട് ചെയ്ത ആ ജനറലാണ്. പിന്നീട് ഈസ്റ്റേൺ ആർമി കമാൻഡറായിരുന്നു ലഫ്റ്റനൻറ്റ് ജനറൽ KS ബ്രാർ BRC. റൈറ്റ്. ആ ബറ്റാലിയനിൽ ഫസ്റ്റ് മറാഠ ബറ്റാലിയനിൽ ഒരു മലയാളി ഓഫീസർ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ സതീഷ് നമ്പ്യാർ. ക്യാപ്റ്റൻ സതീഷ് നമ്പ്യാറും പിന്നീട് ലഫ്റ്റനൻറ്റ് ജനറലായി വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജനറലാണ്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് അപൂർവം പത്മവിഭൂഷണും കിട്ടിയ ജനറലിൽ ഒരു ജനറലായിരുന്നു ലഫ്റ്റനൻറ്റ് ജനറൽ സതീഷ് നമ്പ്യാർ. UN-ലും പല പിന്നെ നമ്മുടെ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സെർവ് ചെയ്ത് വളരെ പേരും പ്രശസ്തി നേടിയിട്ടുള്ള ഇതായിരുന്നു. അന്ന് ക്യാപ്റ്റനായിരുന്നു സതീഷ് നമ്പ്യാർ. ജമാൽപൂർ എന്ന് പറയുന്ന ഈ ഫോർട്രസിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നില്ല. ഈ ജമാൽപൂരിനെ അറ്റാക്ക് ചെയ്യുന്നത് ഡിസംബർ 8-ാം തീയതിയാണ്. ഡിസംബർ 8-ാം തീയതി. അതിനു മുമ്പ് കമാൽപൂർ എന്ന് പറയുന്ന അതിനോട് അടുത്ത ഒരു ലൊക്കേഷനെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, മുക്തിവാഹിനി ടൈഗർ സിദ്ദിഖിയുടെ അണ്ടറിൽ അറ്റാക്ക് ചെയ്തിട്ട് ആ സ്ഥലത്തിനെ ക്യാപ്ചർ ചെയ്തിരുന്നു. റൈറ്റ്. അടുത്ത ഓപ്പറേഷൻ ജമാൽപൂരിലേക്കാണ്. അപ്പോൾ ഈ ജമാൽപൂർ ഗാരിസൺ അവർ വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടൽ അറ്റാക്ക് വഴി ആ ഗാരിസനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഗാരിസനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് 21 മറാഠയ്ക്ക് ഒരു പിക്കുലർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടായി. ആ പിക്കുലർ സിറ്റുവേഷൻ എന്താണെന്നറിയോ? ഈ ബോർഡറിലൊക്കെ ഈ BSFൻ്റെ ആയാലും അല്ലെങ്കിൽ പാകിസ്ഥാനിലെ റേഞ്ചേഴ്സിൻ്റെ ആയാലും ശരി, ഒരു ബോർഡർ ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കും. ബോർഡർ ഔട്ട് പോസ്റ്റ്. അപ്പോൾ അവിടേക്കുള്ള എന്തെങ്കിലും ആൾക്കാർ ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് പോവുകയോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ബോർഡർ ഔട്ട് പോസ്റ്റിൻ്റെ. പിന്നെ എന്തെങ്കിലും അറ്റാക്കോ പരിപാടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരാണ് അതിന് ഇനീഷ്യൽ ഫസ്റ്റ് ലൈൻ ഓഫ് റെസിസ്റ്റൻസ് അവരുടെയാണ്. അവരാണ് എല്ലാ വിവരങ്ങളും മുന്നിലേക്ക് ചെയ്യുക. സോ ഫസ്റ്റ് മറാഠ ഈ ജമാൽപൂരിൻ്റെ തൊട്ട് മുന്നിലുള്ള ബോർഡർ ഔട്ട് പോസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ഒരു സിമുലേറ്റഡ് അറ്റാക്ക്, അതായത് ആക്ച്വൽ അറ്റാക്കല്ല, ഒരു സിമുലേറ്റഡ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ അവർ 2-3 തവണ ചെയ്തു. ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും പാകിസ്ഥാൻ്റെ, അതായത് ബംഗ്ലാദേശിലുള്ള ഒരു ഹെവി മോട്ടോർ ബാറ്ററി അവിടെ പോകും. അവിടെ പോയിട്ട് ഫയർ ചെയ്തിട്ട് അവർ തിരിച്ചു വരും. എല്ലാ തവണയും ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇവർ ആക്ച്വലി ജമാൽപൂരിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പുള്ള സംഭവമാണിത്. അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഇവരുടെ CEO ബുൾബുൾ ബ്രാർ അദ്ദേഹം ക്യാപ്റ്റൻ സതീഷ് നമ്പ്യാരോട് പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് ഒരു ആംബുഷ് ചെയ്യാൻ പറഞ്ഞു. ആംബുഷ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് അറ്റാക്ക് ഫ്രം എ കൺസീൽഡ് പൊസിഷൻ, സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ. അതായത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ടോട്ടൽ സർപ്രൈസാണത്. അങ്ങനെ നമ്മളൊരു കൺസീൽഡ് പൊസിഷനിൽ പോവുക, അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുക, വെപ്പൻസൊക്കെ സൈറ്റ് ചെയ്യുക. ഈ സമുദ്രത്തിൽ വലയിൽ മത്സ്യം കയറുന്ന മാതിരിയാണ്. ഈ അംബുഷ് സൈറ്റിൽ ഈ എനിമി എത്തിയാൽ, അത് ഇനിയിപ്പോൾ ടെററിസ്റ്റുകളാവട്ടെ ഇനി സോൾജേഴ്സ് ആവട്ടെ ആരും എത്തിയാലും 4 സൈഡിൽ നിന്നും ഒരേ സമയത്ത് ഇവരെ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ആ ആംബുഷ് സൈറ്റിലുള്ള ആ കില്ലിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഇവരെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. അങ്ങനെ ഈ ആംബുഷ് സൈറ്റ് ചെയ്യാനായിട്ട് 2 കമ്പനിയെ നിയമിച്ചു. സീനിയർ കമ്പനി കമാൻഡറാണ് സതീഷ് നമ്പ്യാർ. അങ്ങനെ ഇദ്ദേഹം ഈ ആംബുഷ് സൈറ്റ് ചെയ്തപ്പോൾ റോഡിലാണ്. ഈ റോഡിൽ നിന്ന് വെറും 70 മീറ്റർ ദൂരെ പോയിട്ട് ഈ 2 ആംബുഷ് രണ്ട് സൈറ്റ് ചെയ്തു. 2 കമ്പനി അങ്ങനെ സൈറ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അവർ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടുന്ന് ഈ ഹെവി മോട്ടോർ ബാറ്ററി വരികയാണ്. അപ്പോൾ
മുന്നിലത്തെ അതായത് ബോർഡർ ഔട്ട് പോസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ളത് ബ്രേവോ കമ്പനി. ആ ബ്രേവോ കമ്പനിയുടെ ആക്ച്വൽ പേര് ബ്രേവോ കമ്പനി എന്നല്ല, വൈ കമ്പനി എന്നാണ്. അത് ഞാൻ പിന്നീട് സമയം പറഞ്ഞുതരാം എന്താ തന്നെ വൈ കമ്പനി എന്ന് പറയാൻ കാരണം. ആൽഫ കമ്പനി, എ കമ്പനി, ആ കമ്പനിയുടെ കമ്പനി കമാൻഡറാണ് സതീഷ് നമ്പ്യാർ. സോ സതീഷ് നമ്പ്യാർ സീനിയർ ആയ കാരണം മറ്റൊരോട് പറഞ്ഞു, അതായത് ഈ ബ്രേവോ കമ്പനി അതായത് വൈ കമ്പനിയോട് പറഞ്ഞു, നിങ്ങളുടെ അവിടെ എത്തിയാൽ നിങ്ങൾ ഓപ്പൺ ചെയ്തോളൂ, ഓപ്പൺ ചെയ്ത ഫയറിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇവരുടെ ഓരോ വെഹിക്കിൾ മുന്നോട്ട് പോയി, പാകിസ്ഥാനികളുടെ മറ്റേ വെഹിക്കിൾ പോയി, മൂന്നാമത്തെ വെഹിക്കിൾ പോയി, നാലാമത്തെ വെഹിക്കിൾ പോയി, ഫയറിങ് തുടങ്ങുന്നില്ല. അങ്ങനെ സതീഷ് നമ്പ്യാർക്ക് ആകെ കൂടെ സംശയമായി. അങ്ങനെ ഇയാൾ റേഡിയോ സെറ്റിലും എല്ലാം അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണത്തില്ല. അവരാ സൈറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ അവർക്ക് കാണുന്നില്ല. കാരണം കാണാതിരിക്കാൻ കാരണം ഇവരുടെ ഈ ആംബുഷ് സൈറ്റ് ഉണ്ടല്ലോ, ഈ കില്ലിംഗ് ഗ്രൗണ്ട്, ആ കില്ലിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിട്ട് ഈ ബാറ്ററികൾ പോയിട്ട് അവിടെ ഡിപ്ലോയ് ചെയ്യണം. അവരവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. സോ വൈദ്യുതത്തിന് പറഞ്ഞാൽ മനസ്സിലായ ഒരു കമ്പനി ഇവിടെ, മറ്റൊരു കമ്പനി അവിടെ, ഈ രണ്ട് കമ്പനിയുടെ ഇടയിൽ പോയിട്ടാണ് ഇവർ ഡിപ്ലോയ് ചെയ്യാവുന്നത്. ഈ ഹെവി മോട്ടോർ ബാറ്ററി ഇവിടെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ കമ്പനിക്കാർക്ക് ഇത് കാണില്ല, കാരണം അവിടെ ആക്ച്വലി എത്തിയിട്ടില്ല. ഇവർക്ക് കാണാം, ഈ പിന്നിലുള്ള ഈ കമ്പനിക്കാർക്ക് കാണാം. സോ അവർക്ക് സംശയം എന്താണ്, അങ്ങനെ ഇവർ മുന്നോട്ട് പോയി. ആൽഫ കമ്പനി മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കലക്കം അങ്ങോട്ട് കലക്കി ഇവർ ആർസിൽ ഗണ്ണ് വെച്ച് ഫയർ ചെയ്തപ്പോൾ മറ്റൊരും അവിടെ നിന്ന് ഇത് ചെയ്തു. പിന്നെ അവിടുത്തെ ഒന്നും പറയണ്ടല്ലോ, ഭയങ്കര കോലാഹലമായി. എന്തായാലും അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ആ കംപ്ലീറ്റ് ഫോഴ്സ്, ആ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററി അവർ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്തു. അതാണ് അവിടെ നടന്ന ഫസ്റ്റ് ടെസ്റ്റിങ്. അവിടുന്ന് പിന്നെ ബറ്റാലിയൻ മുന്നോട്ട് വരികയാണ് ഈ ജമാൽപൂരിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. ജമാൽപൂരിനെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ റോഡില്ല. അങ്ങനെ ഇവർ എല്ലാവരും മുണ്ടെടുത്തിട്ടാണ്, ലുങ്കിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലുങ്കിയിലാണ്, വലിയ ബിലീവ്, ലുങ്കിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ അവിടെയുള്ള മുക്തിവാഹിനിക്കാരവിടെ ഉണ്ടല്ലോ, മുക്തിവാഹിനിക്കാരോട് പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം റിവർ ക്രോസ് ചെയ്യണം. ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി അതിൽ പോകുന്നുണ്ട്, ആ റിവർ ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല, ഞങ്ങൾ ഫിഷർമാൻ്റെ വഞ്ചികൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഫിഷർമാൻ്റെ വഞ്ചികളൊക്കെ അറേഞ്ച് ചെയ്തു. ആ വഞ്ചികളിൽ നിന്ന് അവർ ഇങ്ങേ ഭാഗത്തേക്ക് കടന്നു. ഈ ജമാൽപൂർ ഗ്യാരസണിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. അവർ ഈ മുക്തിവാഹിനിയെ പേടിച്ചിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഓക്കെ, സോ അവർ ഇവിടെ വന്നപ്പോൾ ഇനിയും കുറേ ദൂരത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ വീണ്ടും മുക്തിവാഹിനിക്കാരോട് പറഞ്ഞു. അപ്പോൾ മുക്തിവാഹിനിക്കാർ പറഞ്ഞു ഞങ്ങൾ കാളവണ്ടി അറേഞ്ച് ചെയ്യാം. അങ്ങനെ നടന്നും കാളവണ്ടിയിലൊക്കെ കയറി പിടിച്ച് ഇവരുടെ പാക്കും സാധനങ്ങളുമായിട്ട് വന്ന് ഈ ജമാൽപൂരിൻ്റെ പിൻഭാഗത്തേക്ക്, അതായത് ഇവിടെ ബോർഡർ, അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് ആംബുഷ് നടന്നു, അതിൻ്റെ ഇങ്ങേ ഭാഗത്താണ് ഈ ജമാൽപൂർ ഗാരിസൺ, അതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ വന്നിട്ട് ഇവർ ഡിപ്ലോയ് ചെയ്തിട്ട് ഇവരവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ അറ്റാക്ക് ചെയ്യണമല്ലോ അവരെ. അറ്റാക്ക് ചെയ്യണ കാര്യത്തിന് ഡേറ്റ് തീരുമാനിക്കണ്ടേ. അപ്പോൾ 9-ാം തീയതി രാത്രി അറ്റാക്ക് ചെയ്യാനാണ് അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരു ദിവസം കൂടെ ആവശ്യപ്പെട്ടു. അതായത് സതീഷ് നമ്പ്യാരുടെ കമ്പനി, 2 കമ്പനികളിലാണ് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്, ഒരു ദിവസം കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ CEO പറഞ്ഞു, ബുൾബുൾ പറഞ്ഞു, നമുക്ക് ഹയർ ക്വാർട്ടേഴ്സ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഇന്ന് രാത്രി തന്നെ അറ്റാക്ക് ചെയ്യണമെന്നാണ്. സോ അത് കാരണം അറ്റാക്ക് ഇന്ന് രാത്രി തന്നെ ചെയ്താൽ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഓർഡർ കിട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ, കാരണം അത് ഒരു രാത്രി കൂടെ പറയുന്നത് കംപ്ലീറ്റ് റെക്കി ചെയ്തിട്ട് എനിമിയുടെ ലൊക്കേഷൻസൊക്കെ നമുക്ക് എങ്ങനെ പോവാം, അവിടെ എവിടെയാണ് ഡിപ്ലോയ്, ഇതെല്ലാം അറിയാതെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലോട്ടറോ അതിനുദ്ദേശിച്ചിട്ടാണ് ഈ കമ്പനി കമാൻഡർ ഇങ്ങനെ പറഞ്ഞത്. അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവർ പോവാനായിട്ട് നിൽക്കുമ്പോൾ സിയോയുടെ ഓർഡർ വന്നു. സിയോ പറഞ്ഞു ഒരു ദിവസം കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പിറ്റേ ദിവസം അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം അറ്റാക്ക് ചെയ്യാനായിട്ട് ആർട്ടിലറി ഫയർ തുടങ്ങിയപ്പോൾ, ആർട്ടിലറി ഫയർ പിന്നെ ബോർഡറിൽ നിന്നാണല്ലോ, ആ ഭാഗത്താണ് ആർട്ടിലറി ഫയർ വരുന്നത്.
ആർട്ടിലറി ഫയർ ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഈ ജമാൽപൂർ ഗാരിസണിലുള്ള പട്ടാളക്കാർ മുഴുവനും വിഡ്രോ ചെയ്യാൻ തുടങ്ങി. വിഡ്രോ ചെയ്യുന്ന ഏതില്ല? വിഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ 2 കമ്പനികൾ കാത്തിരിക്കുകയാണ്. 2 കംപ്ലീറ്റ് കമ്പനികൾ ഇവിടെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി ഇവിടെ, രസകരമായുള്ളൊരു സംഭവം. ഇവരുടെ CEO പറഞ്ഞു, ബ്രിഗേഡ് കമാൻഡർ ബ്രിഗേഡിയർ ക്ലിയറാണ്, അയാളുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവിടുത്തെ സിഒക്ക് കൊടുത്തയക്കി. ആ ജമാൽപൂർ ഗാരിസണിലെ സിഒക്ക് കൊടുത്തയച്ചിട്ട് പറയൂ, യു ആർ സറണ്ടേഡ് ഫ്രം ഓൾ സൈഡ് ആൻഡ് ഇഫ് യു സറണ്ടർ, അതായത് നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജനീവ കൺവെൻഷൻ പ്രകാരം നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ എൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു. അവിടുത്തെ CEO റിപ്ലൈ ആയിട്ട് ഒരു ലെറ്റർ കൊടുത്തയച്ചു. ആ ലെറ്ററിൽ ഒരു മുക്തിബാഹിനുള്ള ഒരു ജവാൻ്റെ കയ്യിലാണ്, ഒരു സോൾജർ, അപ്പോൾ സോൾജറാണ് അവൻ്റെ കയ്യിലാണ് ഒരു സൈക്കിൾ മേലാണ് ഇത് കൊടുത്തയച്ചത്. ഈ ജവാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ CEO അവന് ചായയൊക്കെ കൊടുത്തു. ചോദിച്ചു എന്താ സംഗതി, എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, അതിങ്ങനെ ഒരു കൂട്ടർ തന്നതാണ് പറഞ്ഞു. വായിച്ചു നോക്കിയിട്ട് അയാൾ അതിലൊരു റിപ്ലൈ എഴുതി ആ ഒരു എൻവലപ്പിലിട്ടിട്ട് കൊടുത്തയച്ചു. ഇവിടെ കൊടുത്തയച്ചിട്ട് അപ്പോൾ CEO കാത്തിരിക്കുകയാണ്, അതെ മൺമറാട്ടയുടെ CEO കാത്തിരിക്കുകയാണ്. CEO പറഞ്ഞു അത് തുറക്കാൻ പറഞ്ഞു. തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ബുള്ളറ്റ് വെച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, നോക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അടുത്ത നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നിന് പകരം ഗണ്ണാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആർട്ടിലറി ഫയർ ചെയ്യുന്നതും ഇവർ വിഡ്രോ ചെയ്യുന്നതും. അത് വിഡ്രോ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവർ ശരിക്കും അങ്ങോട്ട് വളഞ്ഞു. അൾട്ടിമേറ്റ്ലി അത്ര വീരവാദം എഴുതിയ ബറ്റാലിയൻ കമാൻഡർ ഉണ്ടല്ലോ, അയാൾ സറണ്ടർ ചെയ്തു. അതോട് കൂടിയിട്ട് ജമാൽപൂർ ഗാരിസൺ നമ്മുടെ കയ്യിലായി.